അങ്ങനെ ബിഗ് ബോസ് ഷോ ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ്. ജിൻഡു കപ്പടിച്ചിരിക്കുന്നു. കറുത്ത ഇയാൾ കപ്പടിച്ചാൽ അയ്യേ, ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ നാണക്കേടാണ്, അപമാനമാണ് എന്നൊക്കെ പറഞ്ഞവർ എവിടെ പോയോ എന്തേലും. ഏതായാലും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിനാലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാവരും കാണുക. ഹോട്ട്സ്റ്റാറിൽ അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് നല്ല ഒരു ഫങ്ഷൻ തന്നെയായിരുന്നു. ഒട്ടും ബോറടിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കുറച്ച് ലാഗ് ലാസ്റ്റ് ഫീൽ ചെയ്തെങ്കിലും ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നന്നായി ചെയ്തു. എല്ലാവരുടെയും ഡ്രസ് കോഡ് എടുത്ത് പറയേണ്ടതുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. അതിനകത്ത് എനിക്ക് ആകെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് നമ്മുടെ റോബിനെ തേച്ച ദിൽഷയുടെ ഡാൻസ് മാത്രമാണ്. അവരെ അതിനകത്ത് വിളിച്ച ഡാൻസ് കളിപ്പിച്ചില്ലായിരുന്നേ വലിയ അതിശയമായിരുന്നേനെ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചൊരു കാര്യം തന്നെ, തേപ്പുകാരികളുടെ ഇതാണോ, ഇനി തേപ്പുകാരിക്കാണോ കപ്പ് കൊടുക്കുന്നത്? തേപ്പുകാരിയുടെ ഒരു ഇതാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ മൊത്തം തേപ്പാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും. അങ്ങനെ പ്രതീക്ഷ. പക്ഷേ അതെല്ലാം മാറി നിർത്തി ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി. ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയണം. ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ പുള്ളിക്കാരൻ വഴക്കൊക്കെ നിർത്തി വെച്ച് യുദ്ധമൊക്കെ നിർത്തലാക്കി, വെടിവെപ്പ് നിർത്തലാക്കിയിട്ടുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി വളരെ ഇതായിട്ട് നിന്നു. ഡിസേവിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഭാഷ്യമില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന ഒരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരിലും കുറച്ച് ഫാക്റ്റുണ്ട്, കുറച്ച് പേരുടെ കയ്യിൽ അതില്ല. അപ്പോൾ ഈ ഉള്ളവരുടെതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെച്ച് നോക്കിയാൽ ഇറ്റ്സ് ഓക്കെ. ഇത് പുള്ളി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന് ലാസ്റ്റ് മിനിറ്റിൽ വോട്ട് മറിഞ്ഞതിൻ്റെ റീസൺ പുള്ളിയോട് ഇവരൊക്കെ കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡ്, ഒറ്റപ്പെടുത്തിയത്, മണ്ടനെന്ന് വിളിച്ച് കളിയാക്കിയത്, പൊട്ടൻ, കള്ളൻ. അവസാന നിമിഷം പോലും അതിനകത്ത് കുറേ ആൾക്കാർ വന്നിട്ട് അയാളെ കളിയാക്കുന്ന ഒരു ടീം, കളിയാക്കലുകളാണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ അടിച്ചു താഴ്ത്തുന്നവനെയും അപമാനിക്കുന്നവനും കയറി വരും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം, ഇറ്റ്സ് ഓക്കെ കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും താല്പര്യം ജിൻഡോ ജയിക്കണമെന്നായിരുന്നു. സന്തോഷം, ജിൻഡോ ജയിക്കട്ടെ. പക്ഷെ എനിക്കത് സെക്കൻഡിലേക്ക് അർജുൻ വന്നത് തീർത്തും യോജിക്കാൻ തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഫാൻ ഫെയിം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. ബട്ട് അർജുൻ ഡിസേർവിങ് ആയിരുന്നില്ല സെക്കൻഡ്, ഫസ്റ്റ് റണ്ണറപ്പ് ആവാൻ ഒരിക്കലും അർജുൻ ഡിസേർവിങ് ആയിരുന്നില്ല. അവിടേക്ക് വരേണ്ടിയിരുന്ന അഭിഷേക് തന്നെയായിരുന്നു. ആൻഡ് തേർഡായിട്ട് വരേണ്ടിയിരുന്നത് ഋഷിയായിരുന്നു. പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ. ജാസ്മിൻ ഫിഫ്ത്ത് ഇതിൽ പോലും വരാൻ ഉള്ള ആളല്ല. പക്ഷെ എന്തെന്നറിയില്ല, ഏഷ്യാനെറ്റിന് ഒരു ഫേവർ ഉണ്ട് ആ കുട്ടിയോട്. അത് നമുക്ക് അവരുടെ ആ ഒരു ഗ്രാഫ് കാണിച്ച സമയത്ത് മനസ്സിലാക്കുക. ഗ്രാഫിൽ കൃത്യമായിട്ട് വ്യക്തമാണ്. ജാസ്മിൻ ഓരോ തവണ കിട്ടിയ വോട്ടിംഗ് ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ ഓരോ നോമിനേഷനിലും ജാസ്മിൻ നേടിയെടുത്ത വോട്ടിങ്ങുകളുടെ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഫേവറിസം എവിടെ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാണ്. ഗബ്രി പോകുന്ന സമയത്തുള്ള വോട്ടിങ് ഏറ്റവും താഴ്ന്നിരുന്നാൽ മാത്രമേ പുറത്തേക്ക് വിടൂന്നല്ലല്ലോ, വോട്ടിങ് കുറഞ്ഞിരുന്നാലും പുറത്ത് വിടണമെന്നാണല്ലോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം തന്നെ 15% മേളിൽ ഒരു കാരണവശാലും ജാസ്മിന് പോയിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിൻ തെറ്റിദ്ധരിച്ച കണക്ക് പുറത്തുള്ളവർ ജാസ്മിനെ ബൂസ്റ്റപ്പ് ആക്കി എന്നുള്ളത് തെറ്റായ ഒരു നടപടിയാണ്. ആ ചിന്താധാര തന്നെ തെറ്റാണ്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം മുതലേ ഇതുപോലെ വോട്ടിങ്ങിൽ മുന്നിട്ട് നിന്നത് ജിൻഡോ തന്നെയായിരുന്നു. ആദ്യം സിജു ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഇതിൽ തന്നെ സിജു താഴേക്ക് വന്നു. സിജുയ്ക്ക് അത് PR വർക്ക് കൊണ്ടാണ് ആദ്യത്തെ ഇതിനകത്ത് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് അങ്ങനെ ഒരു പെർഫെക്ഷനായിട്ടൊരു കാര്യങ്ങളൊന്നും സിജു ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സിജോ പറയുന്നൊരു ഡയലോഗുണ്ട്. സിജോയുടെ അടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സിജോയുടെ ഒരു ഡയലോഗ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ വായിൽ നിന്ന് ഇപ്പോഴും പഴുപ്പ് വരുന്നുണ്ട്, ആൻഡ് ഐ ഹാവ് ടു ഡു വൺ മോർ സർജറി, ശസ്ത്രക്രിയ, അങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. സോ അതൊരു ചെറിയ ത്രെട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഭീഷണിയാണ്. ഞാൻ ഇത്രയും അനുഭവിച്ച സ്ഥിതിക്ക് കപ്പ് എനിക്ക് തരണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ പോലെയാണ് മോഹൻലാൽ പറയണത്, നിനക്ക് കപ്പൊന്നും തരാൻ നിവർത്തിയില്ല, കാരണം ഇവിടെ വോട്ട് കിട്ടിയിരിക്കുന്ന ജനങ്ങൾക്കാണ്, ഇത് ജനങ്ങളുടെ വിജയമാണ്. വാസ്തവത്തിൽ ഇത് ജാസ്മിനാണ് ഈ കപ്പ് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾ തോറ്റു എന്നാണ് അർത്ഥം. ആരൊക്കെയോ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ചെയ്യുന്നുണ്ടെന്നും ഓഡിഷനൊക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്, ഇതാരോ നന്നായിട്ട് നോക്കും അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നും ഇനിയും കൂടുതൽ എയറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വോട്ടിങ്ങിൽ അവർ കൃത്രിമത്വം കാണിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ജയിക്കാൻ സാധിച്ചത്. സോ ഇത് ജിൻഡോയുടെ മാത്രം വിജയമല്ല, ജനങ്ങളുടെയും കൂടെ വിജയമാണ്. കാരണം ഡിസേവിങ് ആണെന്ന് ഞാൻ ഇപ്പോഴും പറയത്തില്ല. ബട്ട് സ്റ്റിൽ ഉള്ളതിൽ ഭേദമായ ഒരാളാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അയാൾ ജയിക്കുന്നത് സത്യം പറഞ്ഞാൽ ജനങ്ങൾ ജയിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ മോശമായിട്ട് ഒരു മെസ്സേജ് കൊടുത്ത പലരെയും ഇവിടെ ജയിപ്പിക്കുന്നത് പോലെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന സിബിനും റോക്കിയും
ചിലപ്പോൾ സിബിനെ വിളിച്ചിട്ടുണ്ടാവത്തില്ല, കാരണം സിബിൻ ഉടക്കി നിൽക്കുകയാണല്ലോ. റോക്കിയെ വിളിക്കാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരാൾക്ക് ഫേവർ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ക്രൈം ചെയ്ത ആളാണെങ്കിൽ പോലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണല്ലോ. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാമായിരുന്നു. മേ ബി അയാൾ വന്ന് എന്തെങ്കിലും വേടത്തരം പറയുമെന്നുള്ളത് കൊണ്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്. എന്ത് തന്നെ ആയാലും സൂപ്പർ ഷോ ആയിരുന്നു. കുറേയൊക്കെ നമ്മൾക്ക് പരാതിയും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല ഷോ ആയിരുന്നു. നമ്മളെല്ലാം മിസ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ആ ഒരു ഡേ ടൈമിലെ ലൈവും ബാക്കിയുള്ളതും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുള്ളതിൽ ഒരു ഇതുമില്ല. ഒരുപാട് ചവിട്ടി താത്തി കഴിഞ്ഞാൽ അത് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് പോകാൻ കഴിയുന്ന ഒരാൾ കമൻ്റ് ഇട്ടതുപോലെ അയാൾ വെറും ഒരു സീറോ ആയിരുന്നു. പലപ്പോഴും ഛർദി വാരിയ കണക്കും കഷ്ടപ്പെട്ട കണക്കും ഒക്കെ പറയുമ്പോൾ ഒരു മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അയാളുടെ എഫർട്ടുകൾക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജിൻഡോ. ഒരുപാട് രീതിയിൽ അയാൾക്ക് പ്രൗഡ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അയാൾ അതൊന്നും ഉപയോഗിക്കാതെ അയാളുടെ എഫർട്ട് കൊണ്ട് തന്നെയാണ് അയാൾ ഇതുവരെ എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടെ ജനങ്ങളുടെ സപ്പോർട്ടും. അതൊരു പക്ഷേ മറ്റൊരു വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ പോലും പുള്ളിക്കത് നിർബാധം കിട്ടിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ കഴിവുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, അവർ ആക്റ്റീവ് അല്ലായിരുന്നു. ആദ്യമേ ബിഗിനിലെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്നായിരുന്നേനെ. അൻസിബയൊക്കെ സൂപ്പർ ലേഡിയായിരുന്നു. ബട്ട് അവർക്കൊന്നും ഇത് കൊടുക്കാതിരുന്നത് മോശമായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ജനങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒപ്പോസിഷൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാകത്തില്ല. അപ്പോൾ വോട്ടിംഗ് റേഷ്യോ കാണിക്കുമ്പോൾ ഗ്രാഫിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് പുറത്തു പോവുകയല്ലാതെ വേറെ നിവർത്തി ഉണ്ടാവത്തില്ലല്ലോ. ആദ്യമേ തന്നെ നന്നായി കളിച്ചിരുന്നെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അർജുൻ. പക്ഷേ കളി പിന്നീടാണ് കളിച്ചത്. പിന്നെ പുറത്തേക്ക് വന്ന അൻസിബയൊക്കെ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ, നമ്മൾ കാണാത്ത കുറേയധികം ഫ്രെയിംസ്, അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് അർജുൻ അത് ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് ഭാഗമില്ല. ഏതായാലും ജിൻഡോ കപ്പടിച്ചത് വളരെ സന്തോഷം. ദാറ്റ്സ് ഇറ്റ്.